അരുവിക്കര മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വികസന ചർച്ചകൾ തുടരുമ്പോൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് കലാർ ഗവൺമെന്റ് LP സ്കൂൾ. 4 അധ്യാപകർ വേണ്ട സ്ഥാനത്ത് ഒരു അധ്യാപിക മാത്രമാണ് സ്കൂളിലുള്ളത്. സഹപാഠികൾക്ക് പാഠങ്ങൾ ഉറച്ചു ചൊല്ലിക്കൊടുക്കുന്ന നിതിൻ ദാസാണ് കല്ലാർ സ്കൂളിലെ 4ാം ക്ലാസ്സിലെ താൽക്കാലിക ടീച്ചർ. സംശയമുയർന്നാൽ 3ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സുമ ടീച്ചറെ വിളിക്കും. അതേ മുറിയിൽ തന്നെയാണ് 2ാം ക്ലാസ്സും ഉള്ളത്. 3ൽ നിന്നും ഓടിയെത്തുന്നതോടെ 1ാം ക്ലാസ്സിൽ നിന്നും ടീച്ചറെ വിളി വീണ്ടും എത്തും. ചുരുക്കത്തിൽ 4 ക്ലാസ്സുകളിലേക്കുള്ള ഓട്ടമാണ് ടീച്ചറുടെ അധ്യാപനം. അധ്യാപകരുണ്ടായിരുന്ന സ്കൂളിൽ നിന്നും സസ്പെൻഷനും സ്ഥലമാറ്റവും ഒക്കെയായി അധ്യാപകർ കൊഴിഞ്ഞു പോയിട്ട് 2 വർഷം കഴിയുന്നു. ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ഒരാളെത്തിയിരുന്നുവെങ്കിലും സർക്കാരിൽ നിന്നും പണം നൽകാത്തതിനാൽ ഇപ്പോൾ അതും നിലച്ചു. ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ടീച്ചർ പുറത്തേക്ക് പോയാൽ പ്യൂണിന്റെ ചുമലിലാണ് സ്കൂൾ ഭരണം. ടീച്ചറിന് പാട് തന്നെ. ഒരു ക്ലാസ്സിൽ പോയി പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു ക്ലാസ്സിൽ വരണം. ടീച്ചറിന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. എല്ലാ കുട്ടികളും നോക്കണ്ടേ, അതൊരു പാടാണ്. അപ്പോൾ ഒരു ടീച്ചറെ എല്ലാവരും സഹകരിച്ച് കിട്ടിയാൽ നമുക്ക് നല്ലതായിരിക്കും, കുട്ടികൾക്കും അതൊരു നല്ലതായിരിക്കും. കല്ലാറിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഊരുകളിലെ ആദിവാസി കുട്ടികളാണ് വിദ്യാർത്ഥികളിൽ ഏറിയ പങ്കും. 19 കുട്ടികളാണ് സ്കൂളിൽ നിലവിലുള്ളത്. അധ്യാപകരില്ലാതായതോടെ സ്കൂൾ മാറാനുള്ള ഒരുക്കത്തിലാണ് ചില രക്ഷിതാക്കൾ. പ്രിയപ്പെട്ട വിദ്യാഭ്യാസം അറിയുന്നതിന് ഞങ്ങൾക്ക് ഒരു സാറേ ഉള്ളൂ, വേറൊരു സാറിനും കൂടെ തന്നാൽ സഹായിക്കണം. തെരഞ്ഞെടുപ്പ് കാലത്ത് മണ്ഡലത്തിലൂടെ പരക്കം പായുന്ന മന്ത്രിമാർ ഈ അപേക്ഷ കേൾക്കുമെന്ന പ്രതീക്ഷയോടെ. കല്ലാറിൽ നിന്നും ക്യാമറമാൻ ജോം TK-ക്കൊപ്പം MS അനീഷ് കുമാർ, റിപ്പോർട്ടർ.